സുന്ദരികളായിട്ടുള്ള നായികമാരെ വർണ്ണിക്കുന്നതിനുള്ള സാമർഥ്യം ഒട്ടും എനിക്കില്ലെന്ന് ഈ അധ്യായം എഴുതേണ്ടി വരുമെന്നോർത്തപ്പോൾ എനിക്കുണ്ടായ ഭയം എന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കുന്നു. എന്നാലും നിവൃത്തിയില്ലല്ലോ, കഴിയും പോലെ പറയുക എന്നേ വരൂ. ഇന്ദുലേഖയ്ക്ക് ഈ കഥ ആരംഭിക്കുന്ന കാലം ഏകദേശം 18 വയസ്സ് പ്രായമാണ്. ഇവളുടെ സൗന്ദര്യത്തെക്കുറിച്ച് അവയവം പ്രതിവർണ്ണിക്കുന്നതിനേക്കാൾ അധികം എളുപ്പം ആകെപ്പാടെ ഇവളുടെ ആകൃതിയുടെ ഒരു ശോഭയെക്കുറിച്ച് മാത്രം അല്പം പറയുന്നതാണ്. സൗന്ദര്യം എന്നത് ഇന്നതാണെന്നും ഇന്ന പ്രകാരമായാലാണെന്നും മുൻകൂട്ടി മനസ്സുകൊണ്ട് ഗ്രഹിച്ച് ഗണിക്കപ്പെടുവാൻ സാധ്യമായ ഒരു ഗുണപദാർത്ഥമല്ല. പല സ്ഥിതികളിലും പല പ്രകാരമുള്ള യോഗ്യതകളിലും ഒരു രൂപത്തിനു സൗന്ദര്യമുണ്ടായി എന്നു വരാം. കറുപ്പു നിറം സാധാരണ ശരീരവർണ്ണത്തിന് സൗന്ദര്യമില്ലാത്തതാണെന്ന് പറയുന്നു. എന്നാൽ ചിലപ്പോൾ കറുപ്പു നിറം വേറെ സാധനങ്ങളുമായുള്ള ചേർച്ചയായാലോ മറ്റു പ്രകാരത്തിലോ ബഹുശോഭയോടെ കാണപ്പെടുന്നുണ്ട്. ഇന്ദുലേഖ കറുത്തിട്ടാണെന്ന് എൻ്റെ വായനക്കാർ ഇവിടെ ശങ്കിച്ചു പോകരുതേ. അതുപ്രകാരം തന്നെ ധാവള്യം അല്ലെങ്കിൽ സ്വർണവർണ്ണം ഇതുകൾ ശരീരവർണ്ണത്തിന് ഭംഗിയുള്ളതാണെന്ന് സാധാരണ ധരിച്ചു വരുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ ഈ വർണ്ണമായാലും ചില ശരീരത്തിന് ഭംഗിയില്ലെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ സൗന്ദര്യം എന്നത് ശോഭാനിഷ്ഠമായ ഒരു സാധനമാണെന്നാകുന്നു. ശോഭ എവിടെ തോന്നുന്നുവോ അവിടെ സൗന്ദര്യമുണ്ട് എന്ന് പറയാം. ഈ ഇന്ത്യ രാജ്യത്തുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യവർണ്ണനയിൽ കുജങ്ങൾക്ക് അതികൃഷ്ണവർണ്ണത്വവും നേത്രങ്ങൾക്ക് നീലാബ്ജ സദൃശ്യതയും അതിവിശിഷ്ടമായ സൗന്ദര്യ ലക്ഷണങ്ങളിൽ മുഖ്യങ്ങളായി പറഞ്ഞു കാണുന്നു. ഇംഗ്ലീഷ് കവികൾ ഒരു യുവതിയുടെ സൗന്ദര്യ ലക്ഷണങ്ങളിൽ അവളുടെ തലമുടിയുടെ സ്വർണവർണ്ണത്വവും കൺമിഴികൾക്ക് മങ്ങിയ മാതിരി വെളുപ്പോടുകൂടിയ ലഘുവായ നീലവർണ്ണവും അല്ലെങ്കിൽ പടുഭാഷയിൽ നമ്മൾ പറയുന്ന പോലെ ശുദ്ധ പൂച്ചക്കണ്ണ് മുഖ്യങ്ങളായി വർണ്ണിച്ചു വരുന്നു. ഇവിടെ സംസ്കൃത കവികളുടെയും ഇംഗ്ലീഷ് കവികളുടെയും സിദ്ധാന്തങ്ങൾ രണ്ടും ശരിയാണെന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കറുത്ത നിറത്തിലുള്ള തലമുടി എങ്ങനെ നമ്മുടെ സ്ത്രീകൾക്ക് ഭംഗി തോന്നിക്കുന്നുവോ അതുപ്രകാരം തന്നെ സ്വർണവർണ്ണമായ തലമുടി ചില യൂറോപ്യൻ സ്ത്രീകൾക്ക് ബഹുചേർച്ചയായും യോഗ്യതയായും എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. കൺമിഴികളും മേൽപ്പറഞ്ഞ വർണ്ണത്തിലുള്ളത് ചില യൂറോപ്യൻ സ്ത്രീ പുരുഷന്മാരിൽ എനിക്ക് ബഹുഭംഗിയും ജീവനും ഉള്ളതുകളായി തോന്നപ്പെട്ടിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വിധം തലമുടിയും കൺമിഴികളും ഉള്ള ചില യൂറോപ്യൻ സ്ത്രീകളെ എൻ്റെ മനസ്സിന് അതിസുന്ദരികളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല അവയവങ്ങളുടെ യോഗ്യതകളിൽ നിന്നും വർണ്ണങ്ങളിൽ നിന്നും ആകാരങ്ങളിൽ നിന്നും മനസ്സിന് ഓരോ പ്രത്യേക ദേഹങ്ങൾ കാണുമ്പോൾ സൗന്ദര്യമുണ്ടെന്നും ഇല്ലെന്നും തോന്നാം. അതുകൊണ്ട് സാധാരണയായി ഒരു സ്ത്രീക്ക് സൗന്ദര്യം ഇന്നിന്ന പ്രകാരത്തിൽ അവയവങ്ങളും വർണ്ണവും ആയാൽ ഉണ്ടാവുമെന്ന് മനസ്സുകൊണ്ട് മുൻകൂട്ടി ഗണിച്ചു വെപ്പാൻ പാടില്ലാത്ത ഒരു സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സ്ത്രീകളെ ആപാദചൂടം നോക്കിയാൽ ഒരവയവത്തിനും പ്രത്യേക ദോഷാരോപണം ചെയ്യുവാൻ പാടുണ്ടാവുകയില്ലെങ്കിലും ആകപ്പാടെ നോക്കിയാൽ മനസ്സിന് അശേഷം കൗതുകം തോന്നാതെ വരാം. ചില സ്ത്രീകൾക്ക് അവയവങ്ങൾ പ്രത്യേകമായി സൂക്ഷിച്ചു നോക്കിയാൽ ധാരാളം ദോഷം പറയുവാനുണ്ടായിരുന്നാലും ആകപ്പാടെ അവരെ കണ്ടാൽ കൗതുകം തോന്നും. എന്നാൽ ഒരു സ്ത്രീക്ക് സൗന്ദര്യമുണ്ട്, ഒരു സ്ത്രീ സുന്ദരി എന്നു ഞാൻ പറയണമെങ്കിൽ അവളുടെ അവയവങ്ങൾ പ്രഥമ ദൃശ്യത്തിലും പിന്നെ സാവധാനത്തിൽ സൂക്ഷിച്ച് ആലോചിച്ചു നോക്കിയാലും ഒരുപോലെ അതികോമളങ്ങളായി മനോഹരങ്ങളായിരിക്കണം. പിന്നെ ആകപ്പാടെ സർവാവയവങ്ങളും ഒന്നായി ചേർത്തു നോക്കിയാൽ അതിയായുള്ള ഒരു ശോഭ തോന്നണം.
കാണുന്ന ക്ഷണത്തിൽ മനസ്സിനെ എങ്ങനെ മോഹിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ എല്ലായ്പ്പോഴും എത്ര നേരമെങ്കിലും നോക്കിയാലും മനസ്സിന് കണ്ടത് പോരെന്നുള്ള മോഹം ഉണ്ടാക്കിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള സ്ത്രീയെ ഞാൻ സുന്ദരി എന്നു പറയും. ഇന്ദുലേഖ അങ്ങനെയുള്ള സ്ത്രീകളിൽ അഗ്രഗണ്യയായിരുന്നു. ഇന്ദുലേഖയുടെ ദേഹത്തിൻ്റെ വർണ്ണത്തെക്കുറിച്ച് ഞാൻ ഒന്നു മാത്രം പറയാം. അരയിൽ നേമം ഉടുക്കുന്ന കസവ് തുണിയുടെ വക്കിനുള്ള പൊൻകസവ് കര മധ്യപ്രദേശത്ത് പട്ടയുടെ മാതിരി ആവരണമായി നിൽക്കുന്നതു കസവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ കൈകൊണ്ട് തൊട്ടു നോക്കണം. ശരീരത്തിൻ്റെ വർണ്ണം പൊൻകസവിൻ്റെ സവർണമാകിയാൽ കസവ് എവിടെ അവസാനിച്ചു, ശരീരം എവിടെ തുടങ്ങി എന്നു കാഴ്ചയിൽ പറയാൻ ഒരുവനും കേവലം സാധികയില്ല. കജങ്ങളുടെ നീലിമയും ദൈർഘ്യവും നിബിഡതയും മാർദ്ദവവും അതിമനോഹരമെന്നേ പറയുവാനുള്ളൂ. അധരങ്ങൾ ആ വർണ്ണത്തിൽ പക്ഷേ യൂറോപ്യൻ സ്ത്രീകളിൽ അല്ലാതെ കാണാൻ കഴിയുമോ എന്ന് സംശയം. നേത്രങ്ങളുടെ ദൈർഘ്യവും ത്രിവർണത്വവും അതുകളുടെ ഒരു ജീവനും അതുകളെക്കൊണ്ട് ചിലപ്പോൾ ചെയ്യുന്ന ഓരോ കടാക്ഷങ്ങളിൽ നിന്ന് യുവാക്കളുടെ നെഞ്ചിൽ വീഴുന്ന വന്യയുടെ തൈക്ഷ്ണ്യവും കണ്ട് അനുഭവിച്ചവർക്ക് തന്നെ അറിവാൻ പാടുള്ളൂ. ഈ കാലം സ്തനങ്ങൾ കഠിനഭാരങ്ങളാവാൻ സമീപിച്ചിരിക്കുന്നു എന്നു തന്നെ പറയാം. വൃത്തങ്ങളായി നിരന്തരങ്ങളായി പൊങ്ങിവരുന്ന ആ തങ്കക്കുടങ്ങളെ ഏത് യുവാവ് കണ്ട് സഹിക്കും? ഈ അതിമനോഹരിയായ ഇന്ദുലേഖയുടെ സൗന്ദര്യത്തെ വർണ്ണിപ്പാൻ ആരാൽ സാധിക്കും? ഇന്ദുലേഖയുടെ സുവർണ സദൃശമായ വർണ്ണവും കുരുവിന്ദ സമങ്ങളായ രതനങ്ങളും വിദ്രുമം പോലെ ചുവന്ന അധരങ്ങളും കരുങ്കു വലയങ്ങൾക്ക് ദാസ്യം കൊടുത്ത് നേത്രങ്ങളും ചെന്താമരപ്പൂവ് പോലെ ശോഭയുള്ള ആ മുഖവും നീലകുന്തളങ്ങളും സ്തനഭാരവും അതികൃശമായ മധ്യവും മറ്റും ആകെപ്പാടെ കാണുമ്പോൾ പുരുഷന്മാരുടെ മനസ്സിന് ഉണ്ടായ ആനന്ദവും സന്തോഷവും പരിതാപവും ഭ്രാന്തിയും ആസക്തിയും വ്യഥയും ഇന്ന പ്രകാരമാണെന്ന് പറഞ്ഞറിയിപ്പാൻ എന്നാൽ അസാധ്യമാണെന്ന് ഞാൻ തീർച്ചയായും ഇവിടെ സമ്മതിക്കുന്നു. ഈ രൂപഗുണത്തിനു യോഗ്യമായി പഠിപ്പും സൗശീല്യാദിഗുണങ്ങളും ഇവൾക്കുണ്ടായിരുന്നു. ഇന്ദുലേഖ കിളിമാനൂർ ഒരു രാജാവർകളുടെ മകളായിരുന്നു. ഇന്ദുലേഖയ്ക്ക് 2.5 വയസ്സ് പ്രായമായപ്പോൾ രാജാവ് സ്വർഗാരോഹണമായി. ഏകദേശം 3 വയസ്സ് പ്രായമായപ്പോൾ തൻ്റെ വല്യച്ഛൻ പഞ്ചുമേനവൻ്റെ ജ്യേഷ്ഠപുത്രനും തൻ്റെ അമ്മാമനും ഇംഗ്ലീഷ്, സംസ്കൃതം, സംഗീതം മുതലായ വിദ്യകളിൽ അതിനിപുണനും ഒരു ദിവാൻ പേഷ്കാർ ഉദ്യോഗത്തിൽ 800 ഉറുപ്പിക ശമ്പളമായിരുന്ന ആളും ആയ കൊച്ചു കൃഷ്ണമേനോൻ തൻ്റെ കൂടെ താൻ ഉദ്യോഗം ചെയ്തിരുന്ന ദിക്കിൽ കൊണ്ടുപോയി 16 വയസ്സുവരെ വിദ്യാഭ്യാസങ്ങൾ ചെയ്യിപ്പിച്ചു. ഇംഗ്ലീഷ് നല്ലവണ്ണം പഠിപ്പിച്ചു. സംസ്കൃതത്തിൽ നാടകാലങ്കാരങ്ങൾ വരെ പഠിപ്പിച്ചു. സംഗീതത്തിൽ പല്ലവി രാഗവിസ്താരം വരെ പാടാനും പിയാനോ, ഫിഡിൽ, വീണ ഇതുകൾ വിശേഷമായി വായിപ്പാനും ആക്കിവച്ചു. പിന്നെ ചില്ലറയായി സ്ത്രീകളെ യൂറോപ്പിൽ അഭ്യസിപ്പിക്കുന്ന തുന്നൽ, ചിത്രം മുതലായതുകളിലും തൻ്റെ അതിമനോഹരിയായ മരുമകൾക്ക് പരിചയം വരുത്തി. ബിലാത്തിയിൽ ഒരു ഇംഗ്ലീഷ് സ്ത്രീയെ അഭ്യസിപ്പിക്കുന്നതു വിധമുള്ള പഠിപ്പും അറിവുകളും സമ്പ്രദായങ്ങളും ഇന്ദുലേഖയ്ക്ക് ഉണ്ടാക്കി വെക്കണമെന്നുള്ള ആഗ്രഹം മഹാനും അതിബുദ്ധിശാലിയുമായിരുന്ന ആ കൊച്ചു കൃഷ്ണമേനോന് ഇന്ദുലേഖയുടെ 16-ാം വയസ്സിനകത്തു സാധിപ്പാൻ കഴിയുന്നിടത്തോളം സാധിച്ചു എന്നു തന്നെ പറയാം. എന്നാൽ ഭാഗ്യം കേവലം ഒരിടത്തും സമ്പൂർത്തിയായി എന്നു പറയുവാൻ മനുഷ്യന് സാധിക്കില്ലല്ലോ. ഇന്ദുലേഖയുടെ 16-ാമത്തെ വയസ്സ് അവസാനിച്ചതോടുകൂടി കൊച്ചു കൃഷ്ണമേനോന്റെ കാലവും അവസാനിച്ചു.
പിന്നെ വലിയച്ഛൻ്റെ കൂടെ അമ്മയുടെ ഒന്നിച്ച് വലിയച്ഛൻ്റെ പൂവരങ്ങിൽ എന്ന ഭവനത്തിലാണ് താമസമായത്. ഇന്ദുലേഖയുടെ സ്വാഭാവികമായ ഗുണങ്ങളാലും തൻ്റെ പൗത്രിയായതിനാലും തൻ്റെ പ്രാണപ്രിയനായ മകന് ഇന്ദുലേഖയിലുണ്ടായ സ്നേഹശക്തി ഓർത്തും ഇന്ദുലേഖയുടെ വലിയച്ഛന് ഇന്ദുലേഖയിലുള്ള സ്നേഹം ഇന്ന പ്രകാരമായിരുന്നു എന്നും ഇത്ര ഉണ്ടായിരുന്നു എന്നും എനിക്ക് വായനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ഇന്ദുലേഖയ്ക്ക് താമസിപ്പാൻ പ്രത്യേകമായ ഒരു മാളിക ബംഗ്ലാവാണ് ഷട്ടം ചെയ്തിരിക്കുന്നത്. ആ ബംഗ്ലാവിലെ എല്ലാ മുറികളിലും ഇംഗ്ലീഷ് മാതിരി സാമാനങ്ങളും മറ്റും ഭംഗിയായി ശേഖരിച്ചു വച്ച് ഇന്ദുലേഖയുടെ അഭീഷ്ടപ്രകാരം ഷട്ടം ചെയ്തു വന്നു. കൊച്ചുകൃഷ്ണമേനോന്റെ അകാല മരണത്താൽ ഇന്ദുലേഖയ്ക്ക് ഒരു വിധത്തിലും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും വന്നുകൂടാ എന്ന് ഇന്ദുലേഖയുടെ വലിയച്ഛൻ ഉറപ്പായി നിശ്ചയിച്ചിരുന്നു. ഇന്ദുലേഖയുടെ ദിനചര്യകളും സമ്പ്രദായങ്ങളും സ്വഭാവവും അവളുടെ പഠിപ്പു നിമിത്തവും തൻ്റെ അമ്മാമൻ മഹാനായ കൊച്ചുകൃഷ്ണമേനോന്റെ ബുദ്ധിശക്തിക്കനുസരിച്ച് തനിക്കു കിട്ടിയ അറിവുകൾ നിമിത്തവും അതിരമണീയമായിരുന്നു എന്നേ പറയുവാനുള്ളൂ. ഇംഗ്ലീഷ് പഠിച്ചതിനാൽ താൻ ഒരു മലയാളി സ്ത്രീയാണെന്നുള്ള നില ലേശം വിട്ടിട്ടില്ല. ഹിന്ദുമത ദ്വേഷമാകട്ടെ നിരീശ്വര മതമാകട്ടെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ ചില പഠിപ്പുള്ള ചെറുപ്പക്കാർക്കുണ്ടാകുന്നതുപോലെ സർവരിലുമുള്ള ഒരു പുച്ഛരസമാകട്ടെ ഇന്ദുലേഖയെ കേവലം ബാധിച്ചിട്ടേയില്ല. കുളികുറി, ഉടുപുടവ, സംസാരം, തൻ്റെ അമ്മ, മുത്തശ്ശി, വലിയച്ഛൻ, അമ്മാമൻ ഇവരിലുള്ള ഭക്തി, വിശ്വാസം, നാട്ടുകാർ സമീപവാസികളായി ഇംഗ്ലീഷ് പഠിക്കാതുള്ള തൻ്റെ സഖികളിലുള്ള ചേർച്ച, രാസക്യം, വിശേഷിച്ച് പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും പ്രത്യക്ഷമായി കാണപ്പെടാവുന്ന താഴ്മയും ഗർവില്ലായ്മയും ഇതുകളെയെല്ലാം കണ്ട് ഇന്ദുലേഖയെ പരിചയമുള്ളവർ എല്ലായ്പ്പോഴും അത്ഭുതപ്പെട്ടിരുന്നു. ഇങ്ങനെയാണ് കുട്ടികളെ അഭ്യസിപ്പിച്ചു വളർത്തേണ്ടത് എന്ന് ബുദ്ധിയുള്ള ഏവനും പറയും. ഇന്ദുലേഖ ആ മഹാനായ കൊച്ചുകൃഷ്ണമേനോന്റെ കീർത്തിലതയായിട്ട് തന്നെ തീർന്നു. ഇന്ദുലേഖയുടെ നിയമത്തെ ആഭരണങ്ങൾ വളരെ ചുരുങ്ങിയ മാതിരിയാണ്. ആഭരണങ്ങൾ അമ്മാമൻ കൊച്ചുകൃഷ്ണമേനോൻ കൊടുത്തതും അമ്മയുടെ വകയായി തൻ്റെ അച്ഛൻ കൊടുത്തത് തനിക്ക് കിട്ടിയതും വലിയച്ഛൻ കൊടുത്തതും കൂടി അനവധിയുണ്ട്. എന്നാൽ ഇന്ദുലേഖ ഈ ആഭരണങ്ങളിൽ അത്ര പ്രിയമുള്ള കുട്ടി അല്ലായിരുന്നു. വിശേഷ ദിവസങ്ങളിൽ വല്ല ആഭരണവും വിശേഷവിധിയായി കെട്ടണമെങ്കിൽ അമ്മയുടെയോ മുത്തശ്ശിയുടെയോ വലിയച്ഛൻ്റെയോ കഠിന നിർബന്ധം വേണം. കാതിൽ കൊത്തുള്ള തോടകളും കഴുത്തിൻ്റെ മധ്യത്തിൽ ഉരുണ്ട ഒരു സ്വർണ്ണ നൂലിന്മേൽ ചെറിയ ഒരു പതക്കവും അതിനു ചുവടെ ഒരു പരന്ന സ്വർണ്ണ നൂലിന്മേൽ നല്ല വിലയുള്ള വൈരവും പച്ചരത്നവും ചുവപ്പുരത്നവും കൊണ്ട് വേല ചെയ്ത ഒരു പതക്കവും, കൈകളിൽ തഞ്ചാവൂരിൽ കിഴക്കൻ സമ്പ്രദായത്തിൽ വേല ചെയ്ത ഓരോ പൂട്ടുവളയും കൈവിരലുകളിൽ സ്വൽപ്പം മോതിരങ്ങളും മാത്രമാണ് നിയമം പെരുമാറുന്ന ആഭരണങ്ങൾ. എന്നാൽ ആഭരണങ്ങളിൽ അത്രയധികം പ്രീതിയില്ലെങ്കിലും ഇന്ദുലേഖയ്ക്ക് വസ്ത്രങ്ങളെ വളരെ താല്പര്യമാണ്. വിശേഷമായ ഇഴയും കസവും ഉള്ള ഒന്നരയും മേൽമുണ്ടും ദിവസവും നിത്യവെള്ളയായി കുളിക്കുമ്പോഴും വൈകുന്നേരം മേൽ കഴുകുമ്പോഴും തയ്യാർ വേണം. കുജപ്രദേശങ്ങൾ എല്ലായ്പ്പോഴും ധവളമായ ഒരു കസവ് മേൽമുണ്ടുകൊണ്ട് മറച്ചിട്ടേ കാണാറുള്ളൂ. ഇങ്ങനെയാണ് നിയമമായ ഉടുപ്പ്. ഇന്ദുലേഖ എന്ന പേര് ഈ കഥയിലുള്ള മറ്റു സ്ത്രീകളുടെ പേരുമായി നോക്കുമ്പോൾ പക്ഷേ കുറെ അയോഗ്യമായിരിക്കുന്നു എന്ന് എൻ്റെ വായനക്കാർ വിചാരിക്കുമായിരിക്കാം. പേര് ഇങ്ങനെ വിളിച്ചു വന്നത് കൊച്ചുകൃഷ്ണമേനോനാണ്. കുട്ടിക്ക് ജാതകത്തിൽ വെച്ച പേർ മാധവി എന്നായിരുന്നു. എന്നാൽ കുട്ടിയുടെ അതിലളിതമായ സ്വരൂപത്തിൻ്റെ അവസ്ഥയ്ക്ക് ഇന്ദുലേഖ എന്ന പേർ വിളിക്കണമെന്ന്
കൊച്ചുകൃഷ്ണമേനോൻ നിശ്ചയിച്ച് അങ്ങനെ വിളിച്ചു വന്നതാണ്. എന്നാൽ ഇവളെ നമ്മുടെ ഈ കഥ തുടങ്ങുന്ന കാലം മാധവി എന്ന് ഒരാൾ മാത്രം വിളിച്ചു വന്നു. അത് മാധവനായിരുന്നു. ഇത്ര സുന്ദരനും രസികനും വിദ്വാനും സമർത്ഥനും തൻ്റെ വല്യച്ഛൻ്റെ മരുമകനുമായ മാധവനും ഇന്ദുലേഖയുമായി അന്യോന്യം സ്നേഹിപ്പാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഈ കഥ തുടങ്ങുന്ന കാലത്ത് ഇവർ അന്യോന്യം അന്ധക്കരണ വിവാഹം കഴിച്ചു വച്ചിരിക്കുന്നു എന്നു തന്നെ പറയാം. പ്രകൃതം നിസ്സർഗമധുരമാണെങ്കിലും ഇന്ദുലേഖയുടെ ഹിതത്തിനോ ഇഷ്ടത്തിനോ വിരോധമായി പറവാൻ ആ വീട്ടിൽ ആർക്കും ശക്തിയുണ്ടായിരുന്നില്ല. ഇവളുടെ തൻ്റെടവും നിലയും ആ വിധമായിരുന്നു. എന്നാൽ ഇന്ദുലേഖയുടെ പ്രവൃത്തിയിലോ ഇരിപ്പിലോ ആർക്കും ഒരു ദോഷവും പറയാനുണ്ടായിരുന്നില്ല. ഈ കഥ തുടങ്ങുന്ന കാലത്ത് ഇന്ദുലേഖയും മാധവനും അന്യോന്യം അന്ധകരണ വിവാഹം ചെയ്തു വച്ചിരിക്കുന്നു എന്ന് സമിഷ്ഠമായി പറഞ്ഞാൽ മതിയാകുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇവർക്ക് അന്യോന്യം അനുരാഗം ഉണ്ടാവാതിരിപ്പാൻ പാടില്ലെന്ന് എൻ്റെ വായനക്കാർ ഊഹിക്കും. എന്നാൽ ഈ സംഗതിയെ ഊഹിച്ചു നിശ്ചയിപ്പാൻ വിടുന്നതിനേക്കാൾ ചുരുക്കത്തിൽ സ്പഷ്ടമായി ഇവിടെ പറയുന്നതാണ് നല്ലത് എന്നു ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അല്പം പൂർവകഥാപ്രസംഗം ചെയ്യുന്നു. മഹാനായ കൊച്ചുകൃഷ്ണമേനോൻ ഇന്ദുലേഖയ്ക്ക് വിദ്യാഭ്യാസം മുഴുവനും കഴിച്ച ശേഷം ഇന്ദുലേഖയ്ക്ക് അനുരൂപനായ പുരുഷനെ യോഗ്യരിൽ നിന്ന് അവൾ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. എന്നാൽ ഈ ഘനപുരുഷൻ ഇതിനെക്കുറിച്ച് അധികമായി ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. പെണ്ണിന് 10-11 വയസ്സായതു മുതൽ പല യോഗ്യരായ ആളുകൾ എല്ലാം ഇക്കാര്യത്തിൽ കൊച്ചുകൃഷ്ണമേനോൻ പേഷ്കാരുടെ മനസ്സറിയാൻ ഉത്സാഹിച്ചിട്ടും സാധിച്ചിട്ടില്ല. താൻ മരിക്കുന്നതിന് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് കൽപ്പനയിന്മേൽ ഇന്ദുലേഖയോടുകൂടി അച്ഛനെ കാണാൻ വന്നിരുന്ന സമയം ഒരു ദിവസം അച്ഛൻ പഞ്ചുമേനോൻ തന്നോട്, ഇന്ദുലേഖയ്ക്ക് വയസ്സ് 15-ലധികമായല്ലോ, നല്ല ഒരു ബന്ധം തുടങ്ങിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചതിന് ഉത്തരമായി, ഇന്ദുലേഖയുടെ വിദ്യാഭ്യാസങ്ങൾ മുഴുവനും ആയിട്ടില്ലെന്നും അത് കഴിഞ്ഞ ശേഷമേ ആ ആലോചന തന്നെ ചെയ്യുവാൻ ആവശ്യമുള്ളൂവെന്നും വിദ്യാഭ്യാസം ചെയ്ത് ഇന്ദുലേഖയെ യോഗ്യതയുള്ളവളാക്കി തീർക്കേണ്ടുന്ന ഭാരമാണ് തനിക്കുള്ളതെന്നും ആ യോഗ്യത അവൾക്കെത്തിയാൽ ഇന്ദുലേഖ തന്നെ പിന്നെ അവൾക്ക് വേണ്ടതെല്ലാം യഥോചിതം പ്രവർത്തിച്ചുകൊള്ളുമെന്നും കൊച്ചുകൃഷ്ണമേനോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃദ്ധനായ പഞ്ചുമേനോന് ഈ ഉത്തരം നല്ലവണ്ണം മനസ്സിലായിട്ടും അത്ര രസിച്ചിട്ടും ഉണ്ടായിരുന്നില്ലെങ്കിലും മകനോട് താൻ പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടേയില്ല. ഇന്ദുലേഖ കൊച്ചുകൃഷ്ണമേനോന്റെ കൂടെ താമസിക്കുന്ന കാലവും മാധവനെ കൂടെ കാണാറുണ്ട്. കൊച്ചുകൃഷ്ണമേനോന് മാധവനെ വളരെ ഇഷ്ടമായിരുന്നു. മാധവൻ അതിബുദ്ധിമാനായ കുട്ടിയാണെന്ന് പലപ്പോഴും പലരോടും അദ്ദേഹം സംഗതിവശാൽ പറയുന്നത് ഇന്ദുലേഖ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ അധികമൊന്നും മാധവനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാധവൻ ഇന്ദുലേഖയ്ക്ക് യോഗ്യനാണെന്ന് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവോ ഇല്ലയോ എന്ന് ആർക്കും നിശ്ചയമുണ്ടായിരുന്നില്ല.